20,000 हो गया। हाँ ഹലോ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും ഒരു വ്ലോഗുമായിട്ട് വന്നേക്കാണ്. ഇന്നൊരു വീക്കെൻഡ് വ്ലോഗാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് രാവിലെ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയേക്കാണ്. അത് ഈ മുഖങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ? രസ്നയും അനുജയാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ പരിസര പ്രദേശങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ദൂരമൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യവട്ടം ജംഗ്ഷനിലെത്തി ഞങ്ങൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചായൻ്റെ വകയാണ്, നൂഡിൽസ് ആണ് കേട്ടോ. പിന്നെ കിച്ചൂസിന് ഇന്ന് സ്കൂളിൽ പോകണം, ആനുവൽ ഡേയുടെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അങ്ങനെ നൂഡിൽസും കോഫിയും പിന്നെ ഹൃദയപൂർവ്വം എന്ന മൂവിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പയ്യെ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ കിച്ചൂസിനെ പോയി തിരിച്ചു വിളിക്കണം. അപ്പോൾ ഒരു 12 മണിയായപ്പോഴത്തേനും കിച്ചുനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ. സെന്റ് തോമസ് സ്കൂളിലാണ് കേട്ടോ കിച്ചൂസ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ചു പോകുന്ന വഴി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് തന്നെ വാങ്ങിക്കും. അല്ലാതെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരു അടുത്ത കടയിൽ പറയുമ്പോൾ അവർ കൊണ്ടു തരാറുണ്ട്. അപ്പോൾ അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഷോപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ കാര്യപരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങുവാണ്. അപ്പോൾ ചോറും അതിൻ്റെ കൂടെ കുറച്ച് രസം, പിന്നെ നമ്മുടെ പച്ചക്ക ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി, പിന്നെ കുറച്ച് മീൻ പൊരിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. അപ്പോൾ രസം വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി എടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുവാണ്. പിന്നെ ഒരു 2 തക്കാളി ഞാൻ എടുത്തു, കുറച്ച് അതിൻ്റെ സ്കിൻ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും കുറച്ച് ജീരകവും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടൊന്ന് വറുത്തിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇത് എൻ്റെ മമ്മി വെക്കുന്ന രസങ്ങളിൽ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെച്ച് വന്നപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി എന്തായാലും തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം. പിന്നെ അതിനകത്തേക്ക് പുളിവെള്ളവും നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കണം. ഇനി ഈ കൂട്ടിലേക്ക് കുറച്ച് നമ്മുടെ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇപ്പോൾ ഉപ്പോ പുളിയോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി അല്ലെങ്കിൽ കായം നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിനെല്ലാം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കടുക് താളിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കണം.
അങ്ങനെ മെഴുക്ക് പുരട്ടിയായി. ഇനിയിപ്പോൾ ചോറ് ദേ ഹിച്ചാൻ അടച്ചിടുവാണ്. ഇനി എന്താ ബാക്കി പരിപാടി? കുറച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അതൊക്കെ ആകുമ്പോഴത്തേനും ഇന്നത്തെ ലഞ്ച് റെഡിയാവും. കുക്കറിൽ നമ്മൾ മലക്കറിയൊക്കെ വെക്കുവാണെങ്കിൽ ഇതുപോലെ ഈ ഒരു പ്രഷർ വരുന്ന സമയത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. ആ ഒരു പ്രഷറിൽ ഇരുന്നിട്ട് അത് വെന്തോളും. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കിച്ചസിനെ കൊണ്ട് ഫുട്ബോൾ പ്രാക്ടീസിന് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ല പെരുമഴയായിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ ഞാനും മനുജയും വീണ്ടും നമ്മുടെ ഫിറ്റ്നസ് സെൻറ്ററിലോട്ടൊന്ന് പോവുകയാണ്. ഇവിടെയാണ് ഞാൻ രാവിലെ വർക്കൗട്ടിന് വരുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു ഡാൻസ് പ്രാക്ടീസിന് വന്നതാണ് കേട്ടോ. ഞാനും മനുജയും പിന്നെ സാറിൻ്റെ മോൻ സുദിനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മൂന്നേർക്ക് കൂടെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സാറിൻ്റെ വേറെ 2 കുട്ടികളാണിത്. 2 പൂച്ചക്കുട്ടികളുണ്ട് ഇവിടെ. പിന്നെ സാറിൻ്റെ മോൻ സുദിൻ ദേ നിൽക്കുന്നതാണ്. ജൂനിയർ കരാട്ടെ മാസ്റ്ററാണ്. അപ്പോൾ ഇനി മുകളിൽ പോയി നമുക്ക് സാറിൻ്റെ ക്ലാസ് ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ കണ്ടില്ലേ സാറിൻ്റെ അഭ്യാസങ്ങൾ. സാറ് തന്നെയാണ് നമുക്ക് രാവിലെ വർക്കൗട്ടിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുന്നത്. അതിൽ കരാട്ടെ കിക്സ് ഉണ്ട്, യോഗയുണ്ട്, പിന്നെന്താ സ്ട്രെച്ചിങ് എക്സസൈസുകൾ, സ്ട്രെങ്തനിങ് എക്സസൈസുകൾ എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഞാനും ഇച്ചാനും കൂടെ ഒരു തട്ടുകട ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുവാണ്. എനിക്കാണ് മെയിനായിട്ടും അങ്ങനെയുള്ള ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവാറുള്ളത്. എനിക്ക് തട്ടുകടയിൽ പോയി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കഴക്കൂട്ടത്തുള്ള മഹാദേവ ഹോട്ടലിലാണ് വന്നത്. ഇതിന് മുന്നേ ഞാൻ മനുജയായിട്ടൊരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പൊറോട്ടയും ബീഫ് കറിയും ഭയങ്കരമായിട്ട് അങ്ങ് ബോധിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും വന്നതാണ്. അപ്പോൾ ഞാൻ പൊറോട്ടയും ബീഫ് റോസ്റ്റും പിന്നെ ഇച്ചായൻ ചപ്പാത്തിയും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു. ഇതൊക്കെയാണ് ഇവിടുത്തെ മെനു എന്ന് പറയുന്നത്. റേറ്റ് ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ തട്ടാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ തട്ടുകട ഞാൻ അങ്ങനെ പ്രൊമോട്ടൊന്നും ചെയ്യുമല്ല. വയറൊക്കെ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാറുണ്ട്. പിന്നെ അതിപ്പോൾ എവിടെ പോയി കഴിച്ചാലും, വേറെ ഏത് നല്ല ഹോട്ടലിൽ പോയി കഴിച്ചാലും പണി കിട്ടേണ്ട സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് തട്ടുകടയാണ് പൊതുവെ കുറച്ചും കൂടുതൽ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗും വിശേഷങ്ങളും ഇതൊക്കെയായിരുന്നു. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ.